ഹോട്ട് സ്പ്രിംഗ് വാട്ടർ നല്ല ചൂടുവെള്ളമാണ്. ഇത് കയറി വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഹലോ ഗൈസ്, IMB ട്രിപ്പിന്റെ 18ാം ദിവസത്തേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ മണാലിയിലുള്ളത് മല്ലു ട്രൈബ്സ് ഹോം സ്റ്റേയിലുള്ള നമ്മുടെ അസ്ലം ബ്രോയുടെ വീടാണിത്. ഇവിടെ എപ്പോഴും മഞ്ചേരിക്കാരനാണ്. അദ്ദേഹത്തിനുള്ള റെസ്റ്റോറന്റ്. നമ്മൾ ഇന്നലെ ഭക്ഷണം കഴിച്ച മണാലി തട്ടുകട അദ്ദേഹത്തിന്റെയാണ്. അദ്ദേഹത്തിന് ഇവിടെ വേറെ ഒരുപാട് പരിപാടികളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ വരികയാണെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പോകുന്നത് കുളിക്കാനാണ് വെള്ളച്ചാട്ടത്തിൽ. എവിടെ സ്ഥലത്തിന്റെ പേര് പറഞ്ഞ ജോഗിനി വാട്ടർഫോൾ. കുറച്ച് മലയാണ് അല്ലേ? അത്യാവശ്യം ട്രക്ക്. അപ്പോ ഇനി നിങ്ങളെ നമുക്ക് ജോഗിനി വാട്ടർഫോൾ വെച്ച് കാണാം. ഇതാണ് വശിഷ്ഠ് ടെമ്പിൾ. ഈ നാച്ചുറൽ ഹോട്ട് വാട്ടർ സ്പ്രിംഗ് ഒക്കെ ഉള്ള ടെമ്പിളാണിത്. ഇവിടെ ചെരുപ്പ് അലൗഡ് അല്ല. നല്ല ബ്യൂട്ടിഫുൾ ആട്ടെ. മൊത്തം വുഡൻ വർക്ക്സ് ആണ്. ഇതാണ് പഴയ ടെമ്പിൾ. പുതിയ ടെമ്പിൾ ഇതാണ്. ഉണ്ടോ? ഇത് ടെമ്പിളിന്റെ ബാക്ക് ഭാഗമാണ്. കണ്ടോ? ഇത് കരിങ്കല്ലും കൊണ്ട് വെട്ടി ഉണ്ടാക്കിയേക്കണ. ഭയങ്കര ഡിസൈൻ ആട്ടെ ഈ ടെമ്പിളില്. ഭയങ്കര ഡിസൈനാണ്. ഭയങ്കര ക്ലീനാണ് ഇവിടെ മൊത്തത്തില്. ഇല്ല, ടെമ്പിളിന്റെ മുകൾ ഭാഗമാണത്. വശിഷ്ഠ് ടെമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ട് വാട്ടർ ഹോട്ട് സ്പ്രിംഗ് വാട്ടർ നല്ല ചൂടുവെള്ളമാണ്. ഇത് കയറി വരുമ്പോൾ നല്ല തണുപ്പായിരുന്നു. ഇവിടെ ഇതാ സാധാ വെള്ളത്തിന്റെ ആ ചൊയും സ്മെല്ലൊക്കെ സാധാ വെള്ളം പോലെ തന്നെ. പക്ഷെ നമുക്ക് ഈ തണുപ്പത്തൊക്കെ ഇത് സൂപ്പറായിരിക്കും. പ്രത്യേകിച്ച് സ്പ്രിംഗ് വാട്ടർ ആയതുകൊണ്ട് തന്നെ ക്ലീനാവും. ഇത് 24 മണിക്കൂർ ഈ വെള്ളം ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാം. നമുക്ക് ഈ വെള്ളം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. പിന്നെ മുകളിൽ പോകുമ്പോൾ അവിടെ ശരിക്കും കുളിക്കുന്ന സ്ഥലമുണ്ട്. ആ കുളിക്കുന്ന സ്ഥലം നമ്മൾ ദേഹം ശുദ്ധീകരിച്ചിട്ടാണ് വീണ്ടും പൂളിലേക്ക് പോകുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വശിഷ്ഠ് ടെമ്പിളിലെ ഹോട്ട് വാട്ടർ സ്പ്രിംഗ്. നിങ്ങൾ ചെരുപ്പ് ഊര വരിക, ആർക്കും വരാൻ പറ്റും. ഒരു പ്രത്യേക തരം സ്മെല്ലുണ്ട് ഇവിടെ. അതാണ് ഈ 2 പൈപ്പ് ഉണ്ട്. ഈ ഫസ്റ്റ് പൈപ്പ് ചൂടുവെള്ളത്തിന്റെ, തൊട്ടപ്പോൾ നല്ല ഐസും വെള്ളമാണ്. അപ്പൊ ഐസ് വെള്ളവും ഇതിന്റെ കൂടെ മിക്സ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇതിന്റെ ചൂട് എത്ര ഉണ്ടെന്ന്. ഭയങ്കര ചൂടാണ്. ആ പൈപ്പ് അത്യാവശ്യം നല്ല ചൂട് വെള്ളമാണ്. ആർക്കും വേണം കുളിക്കാം. നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രക്കെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് അപ്പുറത്തെ ബാത്തിൽ പോയിട്ട് ഒന്ന് ദേഹം ഒന്ന് ശുദ്ധീകരിച്ചിട്ട് ഇവിടെ ഒന്ന് ചെരുപ്പ് ഊരുക, ഇറങ്ങുക, ആർക്കും കുളിക്കാം. നല്ല സുഖമായിരിക്കും. നല്ല റിഫ്രഷിംഗ് ആണ്. പ്രത്യേകിച്ച് മലയാളം വന്നു വരുന്ന സ്പ്രിംഗ് വാട്ടർ ആയതുകൊണ്ട് കിടുവായിരിക്കും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. പാൻ ബജി അല്ല, പാവ് ബജിയാണ്. ബട്ടറും സബ്ജിയും എന്താണെന്നറിയില്ല. പിന്നെ നമ്മളെ ബെന്നും. എങ്ങനെയുണ്ട് ബ്രോ? സൂപ്പറാ, അടിപൊളി. വെജ് മോമോസ് സൂപ്പറാ. ഇവിടെ അടിപൊളി സാധനമാണ്. ഇവിടെ നമുക്ക് മലയാളിക്ക് കഴിക്കാൻ പറ്റിയ സാധനം, വിശ്വസിച്ച് കഴിക്കാൻ പറ്റിയ വെജ് മോമോസ് അടിപൊളി സാധനം. വെജാണല്ലേ? മറ്റേ സോസ് സാധാ സ്പൈസി. അങ്ങനെ സാധാരണ പുളി ഉണ്ടാവില്ല. ചിക്കൻ ചിക്കൻ ടൈപ്പ് ഉണ്ടല്ലോ. ചിക്കൻ, മട്ടൻ, വെജ്. അങ്ങനെ ഞങ്ങള് നമ്മളുടെ വെള്ളച്ചാട്ടത്തിലേക്കുള്ള ട്രക്കിംഗ് തുടങ്ങി. കണ്ടോ? ഇവിടെ ഇപ്പോൾ റെസ്റ്റ് എടുത്തേക്കാണ്. ഇവിടെ ചെറിയൊരു പാറപ്പുറത്ത്
നമ്മൾ 3 പേര് ഇവിടെ ഉണ്ട്. പിന്നെ ബാക്കി 2 പേര് അവിടെ ഇറങ്ങി വരികയാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ബോട്ടിൽ വെള്ളം കയ്യിൽ വെച്ചോട്ടാണ്. പിന്നെ ഈ വെള്ളം ഒന്നും കുടിക്കാൻ പറ്റുന്ന വെള്ളമല്ല, വളരെ മോശമായ വെള്ളമാണ്. മഴ മുകളിൽ പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല വെള്ളം കിട്ടും. അങ്ങനെ ഇതാണ് ആദ്യത്തെ വെള്ളച്ചാട്ടം. നമ്മൾ പോകേണ്ട ഇതിനെക്കാട്ടി മുകളിലാണ്. അരമണിക്കൂർ ഇങ്ങോട്ട് നടക്കാനുണ്ട്. ഇപ്പോൾ കൂടെ വന്നവർ ഇതാ പൈൻ മരങ്ങൾക്കിടയിലൂടെ ഇതാ കയറി വന്നുകൊണ്ടിരിക്കും ഓരോരുത്തരായിട്ട്. മൊത്തം ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ ട്രക്ക് ഉണ്ട്. ഒറ്റ വലിക്ക് കയറാൻ പറ്റാത്തവർ കുറച്ച് റെസ്റ്റ് എടുത്ത് പോയാൽ മതി. പിന്നെ ഈ വഴിയെ പോയി നമുക്ക് താഴത്തെ ഇപ്പം കണ്ട ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ സൈഡിലൂടെ തിരിച്ച് കയറാൻ പറ്റും. ഇപ്പോൾ വേണ്ട, ഇതൊരു കുത്തിനുള്ള കയറ്റാണ്. ഒരാളും കൂടി വന്ന് ഇനി 2 പേരും കൂടി എത്താനുണ്ട്. നമ്മുടെ ആശാൻ വന്ന് ആശാന്റെ കിളി പോയേക്കുവാ. അങ്ങനെ നമ്മൾ ട്രക്ക് ചെയ്ത് ഏതാണ്ട് എത്താറായി. വ്യൂ നോക്കിക്കോ, മണാലി സിറ്റിയിലെ വ്യൂ കണ്ടാ. ആ കാണുന്നതാണ് മണാലി, ന്യൂ മണാലി. പിന്നെ ആ പുഴയിലും കണ്ടില്ല ഞങ്ങൾ, ആ പുഴ കടന്ന് അപ്പുറത്താണ് നമ്മൾ താമസിക്കുന്ന മുറി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തണ്ട ഏതാണ്ട് ഈ ഒരു പ്രദേശത്തെങ്ങാനും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ, ഈ ഒരു ഏരിയ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് താഴേന്ന് അച്ചിരി ബിൽഡിങ് കണ്ടില്ല അവിടെ നിന്ന്. ഇനി നമ്മൾക്കിതാ ട്രക്ക് ചെയ്ത് പോകാണ്ട്. വേണ്ട, വളരെ നാരോ ആയ വഴികളാണ് കംപ്ലീറ്റ്. കണ്ടില്ലേ, ഭയങ്കര നാരോ ആണ്, സൂക്ഷിച്ചൊക്കെ നടക്കണം. അങ്ങനെ നമ്മൾ ജോഗ്നി ഫോൾസ് എത്തിയതാ. ഈ കാണുന്നതാണ് ജോഗ്നി ഫോൾസ്, കിടുവാണ്. ഇവിടെ നമുക്ക് ഇതാ ഒരു ഇസ്രായേലി ഫ്രണ്ട്. Introduce yourself, please. How are you? Your name, please. Anel. And you're from Israel, right? Yeah. You are here for meditation.
No, vacation. Vacation. How long you'll be here? I don't know, 2 weeks maybe. 2 weeks. Yeah. You love our place? Yeah, of course, very beautiful. Okay, nice to meet you, man. Nice to meet you too. Hope you have a great day. Thank you very much. നമ്മൾ കുളിക്കാൻ പോവാണ്. ഈ ഐസ് ഉരുക്കി വരുന്ന ഈ മലയാണ് ഐസ് ഉരുക്കി വരുന്ന വെള്ളം. അവിടുന്ന് ഒരു നൈസ് ഒരു കുളി പാസ്സാക്കാൻ പോവുകയാണ്. കുളി പാസ്സാക്കിയിട്ട് വന്ന വഴിയല്ല, നേരെ ഓപ്പോസിറ്റ് വഴിയിലൂടെ നമ്മൾ നേരത്തെ കണ്ട വെള്ളച്ചാട്ടം വഴി താഴോട്ടേക്ക് പോകും. അങ്ങനെ ഞങ്ങളെല്ലാവരും കുളിച്ചു. തണുത്ത വെള്ളത്തിൽ ഐസ് ഉരുക്കി വരുന്ന ആ വെള്ളത്തിൽ നമ്മൾ കുളിച്ചു. കുളിക്കണ കുറച്ച് വീഡിയോസ് നമ്മളിടാം. പിന്നെ വിറക്കാണ്, അതുകൊണ്ട് നമ്മൾ കുളിച്ച് കഴിഞ്ഞിപ്പോൾ ഏതാണ്ട് ഈ രണ്ടാമത്തെ ഫോളിലെടുത്ത് എത്തി. എന്നിട്ട് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. കാരണം നമ്മൾ കുളിച്ച് കഴിഞ്ഞ് നമ്മളെ കയ്യും കാലും വിറക്കായിരുന്നു ഇത്രയും നേരം. നമുക്ക് വല്ലാത്തൊരവസ്ഥയായിരുന്നു, വല്ലാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതലുള്ളവരൊക്കെ താഴ്ത്തി. ഇപ്പോൾ ഞാനും ഇദ്ദേഹമാണ് ഇറങ്ങുന്നത് ഒന്നിച്ചിട്ട്. മറ്റൊരു 2 ടീമായിട്ട് നമ്മൾ ഇറങ്ങുന്നത്. പിന്നെ ഇനിയിപ്പം താഴെ പോകണം, നല്ല ചൂട് ചായ കുടിക്കണം. പിന്നെ നമ്മുടെ ബാബുക്ക ഇല്ലേ, മണാലിയിലെ ബാബുക്ക, അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്തുകൂടി നമ്മൾ പോകുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നമ്മൾ പോകില്ല, വേറെ ഒന്നുമല്ല. അദ്ദേഹത്തിന് പ്രൈവസി കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. എല്ലാവരും കൂടി അവിടെ പോയി അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കണ്ട. അദ്ദേഹം ഇവിടെ വന്നത് തന്നെ ഒരു ഫ്രീഡം, ഒരു പീസ് ഓഫ് മൈൻഡ്, ആ ഒരു ഇത് ലക്ഷ്യമാക്കിയിട്ട് വന്നതാണ്. ആദ്യമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പിന്നെ വേണ്ടെന്ന് വെച്ചു. ഏതായാലും താഴെ പോവാം, ചായ കുടിക്കുക. പിന്നെ ബാക്കിയൊക്കെ വൈകിട്ട് കാര്യങ്ങളൊക്കെ ഇനി റൂമിലെത്തി തീരുമാനിക്കണം. നമ്മളിപ്പോൾ ഇവിടെ കണ്ടൊരു ഇലയാണ്, ഇതുണ്ടില്ലേ, മൊത്തം മുള്ള. ഇവിടുത്തെ മിക്ക ചെടികൾ ഇങ്ങനെ തന്നെയാണ്, മുള്ളാണ്. ഇതുണ്ട്, ഇത് ഇലയുടെ മോഡലാണ് മുള്ളു. ഇത് ആദ്യം ഞാൻ ഇങ്ങനെ കാണുന്നത്. അങ്ങനെ ഞങ്ങളും മറ്റൊരുമായിട്ട് മിസ്സായി. ഒരു സ്ഥലമുണ്ട്, അവിടുന്ന് 2 വഴിയായിരുന്നു. അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ നേരെയായിരുന്നു പോകേണ്ടത്. നമ്മൾ അവിടുന്ന് ഒരു റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, ആ വഴി എടുത്തു. കാരണം റൈറ്റിലേക്കുള്ള വഴി കണ്ടിട്ട് ഒരു എന്താ പറയുക, അതായിരിക്കും കണ്ടിട്ട് അതൊരു നല്ല വഴിയാന്ന് തോന്നി, അതായിരിക്കും കറക്റ്റ് വഴിയെന്ന് തോന്നി. അങ്ങനെയാണ് നമ്മൾ റൈറ്റിലേക്ക് വഴിയെടുത്തത്. പക്ഷെ അവർ നേരെ പോയത്. അങ്ങനെ നമ്മളിങ്ങനെ കുറേ ഇറങ്ങി വന്ന് ഇപ്പോൾ വശിഷ്ഠിലേക്കുള്ള റൂട്ട് ചോദിച്ച് ഇറങ്ങിയാണ് നമ്മൾ. ഏതായാലും നൈസ് എക്സ്പീരിയൻസ് ആണ്. ഇരുട്ടാവാറായി സമയം. എനിക്കൊന്നൊരു 10-15 മിനിറ്റോളം ശരിക്കും ഇരുട്ടായി തുടങ്ങും. അതിന് മുന്നേ അവരെ പിടിക്കണം. ഇതാ കള്ളൻ ആപ്പിൾ പറിച്ചുകൊണ്ട് പോകുന്നു. വീട്ടുകാർ കണ്ട അടി ഉറപ്പാ. ഇത് നോയിക്കോ, ഇത് എന്താ എൻ്റെ വിരലിനെക്കാട്ടി നീളമുണ്ട് ഇതിന്. നോയിക്കോ, എൻ്റെ ഈ കമ്പ് നോയിക്കോ, എൻ്റെ കൈയുടെ ഒരു പകുതിയോളം വരുന്നുണ്ട്. ഇത് സൈസ് നോക്കിയേ, ഒരു ഒച്ചിൻ്റെ സൈസാണ്. ഇന്നലെ നമ്മളിത് കണ്ടതാണ് മറ്റേ ഹിഡിംബ ടെമ്പിളിൽ. പക്ഷെ അതിങ്ങനെ വളഞ്ഞിരിക്കുകയായിരുന്നു. ഇതണ്ട, ഇത് ഫുള്ള് നീണ്ടിരിക്കുക. കുറച്ച് കഷ്ടപ്പെട്ടു, പക്ഷെ നമ്മളെത്തി. ഇതാ ഓരോ ചായ വീതം നമ്മൾ 2 പേരും കുടിക്കുകയാണ്. നല്ല തണുപ്പാട്ടോ ഇവിടെ. വശിഷ്ഠ് ടെമ്പിളിൽ കഴിഞ്ഞ് കുറച്ച് താഴെ നമ്മളെ മറ്റേ ടീംസൊക്കെ വണ്ടിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചായ കുടിക്കുക, അവരുടെ പോവുക, റൂമിൽ പോവുക, ഫ്രഷ് ആവുക, കിടന്നു. നാളെ അടിപൊളി സംഭവം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നാളത്തെ വീഡിയോ കാണാൻ.